ആന്റി, ഡീ പിങ്കി, നീ ഇങ്ങനെ കരയാതെ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ സൂറ? ഡീ ഇങ്ങനെ കരഞ്ഞിട്ടെന്താ? കുഞ്ഞാമിത്താനെ കാണാൻ പറ്റുമോ? വാ, നമുക്ക് അന്വേഷിക്കാം. എവിടെ അന്വേഷിക്കാന്ന് നീ പറയുന്നത്? നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കരയല്ല. വാ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. മുത്തശ്ശ, ഇന്ന് മീനൊന്നില്ലെന്നാ തോന്നുന്നത്. മീനൊന്നില്ലെങ്കിൽ നമ്മളെ കാര്യം പോക്ക. എന്തിനാ മുത്തശ്ശ മുത്തശ്ശനി വയസ്സാം കാലത്ത് മീനൊക്കെ പിടിക്കാൻ പോകുന്നത്? മണ്ടി പോകരുത്. നീ കാരണമാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഞാനെന്നാ മുത്തശ്ശനെ കഷ്ടപ്പെടുത്തുന്നത്? നിനക്ക് എത്രയാ ചെലവ്? നിനക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ ദൂർത്തടിക്കലില്ലേ? നിന്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഞാൻ ഈ വയസ്സാം കാലത്ത് കഷ്ടപ്പെടേണ്ടായിരുന്നു. തുടങ്ങുന്നുണ്ട് ഓരോരോ സങ്കടങ്ങൾ പറഞ്ഞ് കരഞ്ഞു കുത്തിരിക്കാൻ. ഞാൻ കരയുന്നൊന്നുമില്ല. നീ ആ വല വന്നിച്ച് നോക്ക്, ഏതെങ്കിലും മീനാറ്റം കുടുങ്ങിക്കോന്ന്. ഇതെന്നാ മത്സ്യകന്യകയാ? അത് നല്ല മൊഞ്ചുണ്ടാകില്ലേ? ഞാൻ ടിവി കണ്ടിട്ടല്ലോ. ഇതൊരു മാതിരി വേട്ടവളേനെ പോലെയില്ലേ? ടോമിക്കുട്ട, ഇത് മത്സ്യകന്യകയൊന്നല്ല, ഇതൊരു മനുഷ്യനാണ്. അയ്യോ, മനുഷ്യനാ? ആ മനുഷ്യൻ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. അയ്യോ മുത്തശ്ശ, എന്നാൽ ഇവർ ചത്തക്കെന്നാ തോന്നുന്നത്. എന്നാ ചെയ്യാ മുത്തശ്ശ? നീ അവരെ ആ വെള്ളത്തിൽ തന്നെ ഇട്ടേക്ക്. വെറുതെ ഓരോരു പൊല്ലാപ്പെടുത്തിട്ട് തലയിൽ വെക്കണ്ട. അവസാനം അത് നമ്മുടെ പേരിലാകും കുറ്റം. എന്നാൽ അതാണ് നല്ലത്. ഇവരെ വെള്ളത്തിൽ തന്നെ ഇടാം. ഞാനിതെവിടെയാണുള്ളത്? എന്നാൽ മുത്തശ്ശ, ഞാനിവരെ തൂക്കി വലിച്ചെറിയാം. ഈ പുഴയിൽ നിന്ന് അങ്ങ് ദൂരെ പോകട്ടെ. അതാണ് നല്ലത്. എന്നെ തൂക്കി വലിച്ചെറിയുന്ന കാര്യമാണ് ഇവർ പറയുന്നത്. മുത്തശ്ശ, അവർ മരിച്ചിട്ടില്ല. ആടാ, ഞാനും കണ്ടു. അവർക്ക് ജീവനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നീ എറിഞ്ഞിട്ടായിരിക്കും അവർ മരിച്ചിട്ടുണ്ടാവുക. എന്നാ മുത്തശ്ശ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നേ? നമ്മൾ ചെയ്തത് വളരെ മോശമായിപ്പോയി. അതന്നെ, അവരെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു അവാർഡൊക്കെ കിട്ടുമായിരുന്നു. എന്താ അവാർഡ്? വെള്ളത്തിൽ മുങ്ങിയവരെ രക്ഷിക്കുന്ന ആൾക്ക് അവാർഡൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ ഞാൻ കാണാറുണ്ട്. നമ്മുടെ ഒരു അവാർഡൊക്കെ നഷ്ടപ്പെട്ടുല്ലേ? ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? എന്താ മുത്തശ്ശ? നീ കാരണമായി അവാർഡൊക്കെ നഷ്ടപ്പെട്ടത്. നീയല്ലേ പറഞ്ഞത് അവർ മരിച്ചിട്ടുണ്ടെന്ന്? ഞാനങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ നിങ്ങളല്ലേ പറഞ്ഞ വെള്ളത്തിൽ തന്നെ ഇടാനേ? അത് നീ അവർ മരിച്ചെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? ഇനി എല്ലാം എന്റെ തലയിലാക്കിക്കോ കുറ്റം. നീ തന്നെ എല്ലാത്തിനും കാരണം. ഞാൻ പിന്നെ വെള്ളത്തിൽ തന്നെ എത്തിയല്ലോ. ഇതെന്താ ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോകാത്തത്? ഈ വെള്ളത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാ? ഞാനെന്താ മുങ്ങിപ്പോകാത്തത്? എന്നാ വേഗം നീന്തിയിട്ട് അക്കരെ എത്താം. എന്റെ അല്ലോ, അതിനെങ്ങനെയാണ് നീന്തല്? എനിക്ക് നീന്തുന്ന അറിഞ്ഞൂടാലോ. വെള്ളത്തിൽ കിടന്നിട്ട് കാലും കൈയും അടിച്ചോക്കട്ടെ, അഥവാ നീന്തിയാലോ. ഞാൻ വെള്ളത്തിൽ പിന്നെയും മുങ്ങുന്നില്ല. അപ്പൊ എനക്ക് പണ്ടേ നീന്ത അറിയാനില്ലേ? ഹായ്, ഇങ്ങനെ കിടന്നാൽ മാത്രം മതി. ഞാൻ എന്തൊരു സ്പീഡിലാ നീന്തുന്നത്. എന്നാൽ നേരത്തെ ഇങ്ങനെ നീന്തിയാ മതിയേന്. വെറുതെ മുങ്ങി മുങ്ങി കുറെ വെള്ളം കുടിച്ചു. ശരിക്കും എനിക്ക് നീന്തറിയില്ലല്ലോ. പിന്നെ ഞാനെങ്ങനെയാ നീന്തുന്നത്? ഇനി ചിലപ്പോൾ ഞാൻ മരിച്ചിട്ട് എൻ്റെ ആത്മാവായിരിക്കുമോ ഇങ്ങനെ നീന്തുന്നത്? ഇനി ശരിക്കും ഞാൻ മരിച്ചിട്ടുണ്ടാവാ? മരിച്ചിക്കൊന്നും ഉണ്ടാകൂല. നീന്തുന്നത് എൻ്റെ പണ്ടേയുള്ള കഴിവായിരിക്കും. എനിക്ക് തിരിയേറ്റായിരിക്കും ചിലപ്പോൾ. എന്ത് സുഖം. ഹായ്, ആ പിങ്കിക്കും ചക്കിക്കും സുലൈമാനൊക്കെ കാണിച്ചു കൊടുക്കണ്ടിനി ഞാനിങ്ങനെ നീന്തി പോകുന്നത്. അവരുടെ മുന്നിൽ നിന്നെല്ലാം കുറച്ച് ഷൈൻ ചെയ്യാമായിരുന്നു. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കണോ? വേണ്ടടി, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അല്ലാതെ നമ്മൾ ഇനി എന്ത് ചെയ്യാനാ? പാവം ഏന്റിയുടെ യോഗം വെള്ളത്തിൽ മുങ്ങി മരിക്കൂ എന്നായിരുന്നു. പാവം ഏന്റി. എന്നാ എല്ലാവരും വാ, നമുക്ക് വീട്ടിൽ പോയിട്ട് കാര്യം പറയാം.
എഴുന്നേൽക്ക് ചക്കി, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇനി എല്ലാവരും വാ. ചേച്ചി, എന്താ ഡെക്രു? എനിക്ക് സങ്കടമാവുന്നു ചേച്ചി. സാരില്ലടാ, നമുക്ക് വീട്ടിൽ പോയിട്ട് മമ്മിയോടും അങ്കിളിനോടും എല്ലാം കാര്യം തുറന്നു പറയാം. വാ നടക്ക്. എന്താടാ സൽമാനെ? ഒന്നുമില്ല, എനക്കെന്തോ ഒരു വിഷമം പോലെ. സാരയില്ലടാ, എന്നെ സുലൈമാനെ സുലൈമാനെ വിളിച്ചിട്ട് നിൽക്കാണ്ട് കളിയാക്കുന്നതല്ലേ. ഇപ്പൊ ആ വിളി കേൾക്കാൻ കൊതിയാകുന്നു. സുലൈമാനെ, അതെവിടുന്ന ഞാൻ സുലൈമാനെ വിളിക്കുന്നത് പോലെ കേട്ടത്? ഞാനും കേട്ടക്ക്. സുലൈമാനെ, ഇഞ്ഞിത് കണ്ടാ? ഏന്റിയല്ലത്? ഏന്റി തന്നെയാണോ? ഏന്റിക്ക് നീന്തമൊന്നും അറിയില്ലല്ലോ. എന്നാ പിന്നെ അത് ഏന്റി ആയിരിക്കില്ല. ഏന്റി മരിച്ചിട്ട് ഏന്റിന്റെ പ്രേതമായിരിക്കും. സുലൈമാനെ, ഇഞ്ഞിത് കണ്ടാ ഞാൻ നീന്തുന്നത്? എന്റെ അല്ലോ, ഈ പ്രേത പെണ്ണുങ്ങളെന്തിന് എന്റെ പേരെന്നെ വിളിച്ചു പറയുന്നത്? ശരിക്കും എന്നാ സംഭവിക്കുന്നത്? ശരിക്കും അത് ഏന്റിന്റെ പ്രേതം തന്നെയായിരിക്കും. അല്ലാണ്ട് ഇവിടെ മുങ്ങിപ്പോയ ഏന്റി എങ്ങനെ അങ്ങനെ വരാനേ? അത് ശരിയാ, ഏന്റി ഇവിടെയല്ലേ മുങ്ങിപ്പോയത്. ഹായ് ഡി പിങ്കി, ഞാൻ നീന്തി പോകുന്നത് കാണണ്ടാ? ഇത് ശരിക്കും പ്രേതം തന്നെയാ. പ്രേതാ? ഡാ സുലൈമാനെ, എനിക്ക് എന്റെ അടുത്ത് കിട്ടൂട്ടാ. ഇത് ഞാനാ നീന്തുന്നത്. അത് നിങ്ങൾക്ക് നീന്താറിയില്ലല്ലോ. എനിക്ക് നീന്തൽ അറിയാം. അതപ്പാ പഠിച്ചത്? അത് ഈ വെള്ളത്തിൽ വീണേരം പഠിച്ചതാ. അപ്പൊ എനിക്ക് ശരിക്കും നീന്താൻ അറിയാവാ? ആടെ സുലൈമാനെ, എനക്ക് ശരിക്കും നീന്തറിയാ. അതും സാധാരണ എല്ലാരും നീന്തും പോലത്തെ നീന്തലല്ല. പിന്നെ എങ്ങനത്തെ നീന്തലാ? അതാ, എല്ലാരും വെള്ളത്തിൽ നീന്തണമെങ്കിൽ കൈയും കാലും ഇട്ട് അടിക്കണ്ടേ. എനിക്കിങ്ങനെ വെള്ളത്തിൽ വെറുതെ കിടന്നു നടത്താൽ മതി, നീന്തി അങ്ങ് പോകും. അതെന്ത് മോഡലാ? അത് പുതിയ തരം മോഡലാ. എന്റെ പഠിച്ചോനെ, ഈ മക്കാരി കിടന്നിട്ടാ പുതിയ മോഡൽ നീന്തൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾ ഇതെന്തിന്റെ പുറത്താ ഉള്ളത്? ഞാൻ ആരും പുറത്തല്ലിട്ടുള്ളത്, ഞാൻ നീന്തുന്നതാ. ഏന്റി, നിങ്ങൾ നീന്തുന്നതല്ല ഏന്റി, നിങ്ങൾ മുതലിന്റെ പുറത്താ ഉള്ളത്. മുതലിന്റെ പുറത്താ? എന്റെ അവ പറയാൻ പോലെ ഇത് മുതലിന്റെ പുറത്താണല്ലുള്ളത്. ഈ മുതലേ ഞാൻ ഇത്ര നേരം പുറത്തു കയറ്റിക്കൊണ്ടായത്. എന്റെ അവ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണോ? എന്റെ അവ, ഈ മുതല ഇതാ വെള്ളത്തിനടി പോന്ന്. ഏന്റിന്റെ കൈതാ, വേഗം എന്റെ കയ്യിൽ പിടിച്ച് കയറി വാ. എന്റെ അവ, ഈ മുതൽ എന്നെയും കൊണ്ടാ പോകുന്നാ തോന്നുന്നത്. നീ പിങ്കി, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കടി. എന്റെ അവ, ഇത് തന്നെയും കൂട്ടിട്ട് അടിയോ പോന്ന്.